21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മഹാമാരി എന്നാണ് എയ്ഡ്സ് രോഗത്തെ വിശേഷിപ്പിക്കുന്നത്. ആദ്യമായി 1986 തമിഴ്നാട്ടിൽ ഈ രോഗം കണ്ടുപിടിച്ചു. ശേഷം 1993, അതായത് 30 വർഷങ്ങൾക്ക് മുമ്പ് 6 ലൈംഗിക തൊഴിലാളികളുടെ രക്തസാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ HIV പോസിറ്റീവായി കണ്ടെത്തി. കണക്കുകൾ പറയുന്നത് കേരളത്തിൽ എയ്ഡ്സ് വ്യാപന തോത് കുറവാണെന്നാണ്. 2019 കണക്കുകൾ പ്രകാരം 34,748 പേരാണ് കേരളത്തിൽ ആകെ ഉണ്ടായിരുന്ന എയ്ഡ്സ് രോഗികൾ. പിന്നീട് മന്ത്രി വീണ ജോർജ് നൽകിയ കണക്കുകൾ പ്രകാരം 25,775 പേരാണ് ഉഷസ് കേന്ദ്രത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മാസത്തിൽ ശരാശരി 100 പേർക്കെങ്കിലും എയ്ഡ്സ് രോഗം ബാധിക്കുന്നു എന്ന വസ്തുത ഇപ്പോഴും നിലനിൽക്കുന്നു. കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ എയ്ഡ്സ് മരണങ്ങൾ നടന്നത് 2019 ആന്ധ്രയിലായിരുന്നു. എന്നിരുന്നാലും ഇവിടെ 11,430 പേർ മരണമടഞ്ഞിട്ടുണ്ട്. HIV-യെയും എയ്ഡ്സിനെയും പറ്റി ശരിയായ ധാരണയില്ലാത്തത് കൊണ്ടായിരിക്കാം ഇന്നും HIV-യും എയ്ഡ്സും ഒരു വെല്ലുവിളിയായി തുടരുന്നത്. അത്തരത്തിലുള്ള ഒരു ധാരണ നൽകാനായി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന നേർക്കാഴ്ചയിലേക്ക് നിങ്ങളെ സാദരം സ്വാഗതം ചെയ്യുന്നു. വലിയ ധാരണയുണ്ടാകില്ല. ഞാനാണ് ആ മഹാമാരി എയ്ഡ്സ്. ഞാൻ മനുഷ്യന്റെ പ്രതിരോധ ശേഷി ഇല്ലാതാക്കുന്നു. ഇവനാണ് എന്റെ ആയുധം. അതെ, ഞാനാണ് HIV. ഞാൻ മനുഷ്യന്റെ ശരീരത്തിലെ വെളുത്ത രക്താണുക്കളെ നശിപ്പിക്കുകയും മനുഷ്യന്റെ പ്രതിരോധ ശേഷിയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഞാൻ പല വിധേയനും പകരാം. ഏതെല്ലാമാണവ നിങ്ങൾക്ക് കാണണോ? സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ ഒരാൾ മയക്കുമരുന്നിനായി ഉപയോഗിച്ച നീഡിൽ മറ്റൊരാൾ ഉപയോഗിക്കുന്നത് വഴി അപ്രതീക്ഷിതമായോ അശ്രദ്ധ മൂലമോ രോഗിയിൽ നിന്ന് രക്തം വഴി ആരോഗ്യ പ്രവർത്തകരിലേക്ക് എത്തുന്നു. അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക്. അതെ, അമ്മയിൽ നിന്ന് 5% കുഞ്ഞിലേക്ക് പകരുന്നു. ഞാൻ പകർത്തുന്ന ലക്ഷണങ്ങളെ പറ്റി നിങ്ങൾക്ക് വലിയ ധാരണയുണ്ടാകില്ല. പനി, തുടർച്ചയായ ചുമ, രാത്രികാലങ്ങളിലെ അമിതമായ വിയർക്കൽ, ട്യൂമർ, ദേഹമാസകലമുള്ള ചൊറിച്ചിൽ, ലിംഫ് നോഡ് ഗ്രന്ഥികളുടെ വീക്കം, 1 മാസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന വയറിളക്കം. എന്നാലും ചിലത് ബാക്കിയുണ്ടല്ലോ. അറിയാം. ഇല്ല, ഞങ്ങൾക്കറിയാം. കാപ്പോസി സാർക്കോമ, ചർമ്മത്തിലും മ്യൂക്കസ് മെംബ്രെയിനിലും കാണുന്ന തവിട്ട് അല്ലെങ്കിൽ പർപ്പിൾ നിറത്തിലുള്ള ഫലകങ്ങളോ നൊഡ്യൂളുകളോ ആണിവ. ഇത് പ്രായമായവരെയാണ് കൂടുതലും ബാധിക്കുന്നത്. വായിൽ വരുന്ന മുറിവുകളാണ് ഇതിന്റെ സ്വഭാവ സവിശേഷത. ഓറോഫാരിഞ്ചൽ കാൻഡിഡിയാസിസ് ഒരു സാധാരണ ഈസ്റ്റ് ഫംഗസ് മൂലമുണ്ടാകുന്ന ഓറൽ ത്രഷ്. വേദനയും ചുവപ്പും വെളുത്ത ശിലാഫലകങ്ങൾ നാവിലും വായിലും തൊണ്ടയിലും, ചിലപ്പോൾ വെളുത്ത നാരുകളായുള്ള പാടുകളും ടോൺസിലുകളിലും വായയുടെ പിൻഭാഗവും മൂടുന്നു. ഹെർപ്പസ് സോസ്റ്റർ കേന്ദ്ര നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന വൈറൽ അണുബാധയാണിത്. കണ്ണിന്റെ റെറ്റിനെ ബാധിക്കുന്ന അണുബാധ. ഇത് അന്ധതയിലേക്ക് നയിക്കുന്നു. നീ അവളെ സ്പർശിക്കരുത്. സ്പർശനത്തിലൂടെ നീ അവൾക്ക് എയ്ഡ്സ് പകർത്തും. ഇല്ല, സ്പർശനത്തിലൂടെയും ഹസ്തദാനത്തിലൂടെയും പകരുന്നില്ല. മറിച്ച് രക്തം, സ്രവം, ഉമിനീർ, കണ്ണുനീർ എന്നിവയിലൂടെയാണ് പകരുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും എന്നെ തടയാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. ഇല്ല, ശരിയായ പ്രതിരോധത്തിലൂടെ ഞങ്ങൾക്ക് നിന്നെ തടയാൻ സാധിക്കും. രക്തത്തിലൂടെ പകരുന്ന അണുബാധയെ നിയന്ത്രിക്കുക. മയക്കുമരുന്ന് കുത്തിവെക്കുന്നവരിൽ HIV അണുബാധയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. എല്ലാ രക്ത ഉൽപ്പന്നങ്ങളും രക്തവും HIV എയ്ഡ്സ് ഇല്ല എന്ന് ഉറപ്പാക്കാനായി പരിശോധിക്കുക. സിറിഞ്ച്, സൂചി, സ്കിൻ പഞ്ചിങ് ഉപകരണങ്ങൾ പുനരുപയോഗിക്കാതെ ഇരിക്കുക.
കാതുകുത്തൽ, ടാറ്റൂയിങ്, വെപ്പ് പല്ല് വയ്ക്കൽ എന്നിവയ്ക്ക് ശരിയായ മാർഗനിർദ്ദേശം തേടുക. സുരക്ഷിതമായ ലൈംഗിക ബന്ധം. വിവാഹത്തിനു ശേഷം ഒരു പങ്കാളിയുമായി മാത്രം ലൈംഗിക ബന്ധം ഏർപ്പെടുക. സുരക്ഷിതമായ ബന്ധത്തിന് കോണ്ടം ഉപയോഗിക്കുക. ലൈംഗിക ബന്ധങ്ങൾ ധാർമ്മികമായിരിക്കണം. പരസ്പരം വിശ്വസ്തരായിരിക്കുക. ഒന്നിൽ കൂടുതൽ പങ്കാളിയുമായുള്ള ബന്ധം ഒഴിവാക്കുക. ബി ഫെയ്ത്ത്ഫുൾ ടു വൺ പാർട്ട്ണർ. ഒരു പങ്കാളിയോട് മാത്രം വിശ്വസ്തത പുലർത്തുക. അമ്മയിൽ നിന്നും കുട്ടിയിലേക്ക് പകരുന്നത് തടയൽ. ഗർഭകാലത്തും പ്രസവ സമയത്തും പിന്നീട് മുലയൂട്ടൽ വഴിയും അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് HIV പകരാം. ഗർഭിണിയായ അമ്മയ്ക്കും അവളുടെ നവജാത ശിശുവിനും ആന്റി റിട്രോവൈറൽ മരുന്നുകൾ നൽകുക. സിസേറിയൻ ഇത് കുഞ്ഞിന്റെയും അമ്മയുടെയും ശരീര ദ്രവത്തിലേക്കുള്ള എക്സ്പോഷർ കുറയ്ക്കുന്നു. രോഗാവസ്ഥ. സമൂഹത്തിന്റെ കൈത്താങ്ങൽ അത്യന്താപേക്ഷിതം. HIV അണുബാധയില്ലാത്ത, വിവേചനങ്ങളൊന്നുമില്ലാത്ത ലോകത്തിനായി, അവരെ ചേർത്ത് പിടിക്കാനായി, അവർക്ക് താങ്ങും തണലുമേകാനായി നമുക്ക് ഒരുമിച്ച് അണിചേരാം. അവർക്കും നമ്മെപ്പോലെ സന്തോഷമായി ജീവിക്കാൻ അവസരങ്ങൾ ഒരുക്കാം. അതിനായി നമുക്ക് ഓരോരുത്തർക്കും ഒരുമിച്ച് കൈകോർക്കാം, പ്രവർത്തിക്കാം. അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നമുക്ക് പറയാം, ലെറ്റ് ദ കമ്മ്യൂണിറ്റി ലീഡ്. അതെ, ഇനി സമൂഹം നയിക്കട്ടെ. വെൽഡൺ JPH നഴ്സിംഗ് സ്കൂൾ. തുളുമ്പിയോ വെറുതെ മൊഴികൾ വിതും